ക്ലോക്കിലിപ്പോൾ സമയം 5:45. കണ്ടോ, 2 എണ്ണം ഇവിടെ മൂടി പൊതച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഹൈഷ്, ഇനി ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. ഇതാ ആള് പല്ല് തേക്കണുള്ളൂ കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിച്ചു എങ്ങോട്ടാ ഇപ്പോൾ ഇവർ രാവിലെ തന്നെ ഈ ടൈമിൽ പോണേന്നുള്ളത്. ഇന്നിപ്പോൾ എന്ത് വീഡിയോ ഇടുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എല്ലാവരും കൂടെ ഒരു വീഡിയോ, എല്ലാവരും കൂടെ പറഞ്ഞെന്ത്, നമുക്ക് രാവിലെ ഒന്ന് നടക്കാൻ പോവാം, അത് നമുക്ക് വീഡിയോ ആയിട്ട് ഇടാലോ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എന്തട്ടി, രാവിലെ നേരത്തെ നീച്ച് ഞങ്ങൾ നടക്കാനിറങ്ങി. ഞങ്ങൾ 4 ആളും കൂടെ നടക്കാനിറങ്ങിയത്. ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ട്, ഞങ്ങൾ 3 ആളും ഇങ്ങനെ നടക്കണം. ഇന്നും രാവിലെ മദ്രസക്കൊക്കെ ഇങ്ങനെ പോകണമായിരുന്നു. അപ്പം ഇന്നൊരു വെറൈറ്റി ആയിട്ട് എന്താട്ടാ, കുറച്ച് നേരം ഇവിടെ അടുത്തൊരു പീടിയുണ്ട്, ആ പീടിയൻ്റെ അതുവരെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കാറ്റും കൊണ്ട് നടക്കുക, എന്നിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ കൂടെ പോണ വണ്ടിക്കാർ മുഴുവൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്താ അപ്പോൾ രാവിലെ തന്നെ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കണേന്നുള്ളത്. കാരണം ഇത്ര രാവിലെ തന്നെ കുട്ടികളാരിങ്ങനെ നടക്കുമല്ലോ, പ്രത്യേകിച്ച് ഇന്ന് എലക്ഷൻ്റെ ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് സ്കൂളോ മദ്രസോ ഒന്നുമില്ല. ആ നേരം നോക്കിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ നടക്കാനിറങ്ങിയത്. പിന്നെ ഇനിയിപ്പോൾ എത്ര എങ്ങനെയാണ് നമ്മൾ രാവിലെ നേരത്തെ നീച്ച് ഇങ്ങനെ നടക്കാമെന്ന് പറഞ്ഞാൽ അതൊരു സുഖമല്ലേ. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുമാണ്, മഞ്ഞൊക്കെ ഉണ്ട്. അതാണ് ഇപ്പോൾ മാസ്ക് ഒക്കെ ഇട്ടിക്കണേ. ഒക്കെ ജലദോഷവും കഫക്കെട്ടൊക്കെ പെട്ടെന്ന് വരും. അതുകൊണ്ട് എന്തട്ടി മാസ്ക് ഒക്കെ ഇട്ട് ഞങ്ങളിങ്ങനെ നടക്കണം. ഞങ്ങൾ നടന്ന് പള്ളീൻ്റെ അവിടെ എത്തി. ഇതാണ് ഞങ്ങളെ പള്ളിക്കുളം എന്ന് പറയുന്നത്. ഞങ്ങളെ ജുമാഅത്ത് പള്ളി ഉണ്ടല്ലോ, അവിടെ ഉള്ളതാണ് പള്ളിക്കുളം. ആ ഗേറ്റ് കാണുന്നതൊക്കെ അതാണ് ഞങ്ങളെ ഖബറിസ്ഥാൻ. ഞങ്ങളിങ്ങനെ പോയി ആ കാണുന്നത് ആ വെള്ള കളറിൽ, അതാണ് ഞങ്ങളെ ജുമാഅത്ത് പള്ളി വരുന്നത്. അപ്പോൾ കുറേയൊക്കെ നേരം വെളുത്തിക്കണം കേട്ടോ, വെളിച്ചമൊക്കെ വെച്ച് തുടങ്ങിയിരിക്കണേ. പിന്നെ എന്നാലും ഇപ്പോൾ എല്ലായിടത്തും സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പേടിച്ചാനൊന്നുമില്ല. അപ്പം അങ്ങനെ 4 ആളും കൂടെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് തണുപ്പൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കണം. പിന്നെ ഇവിടെയൊക്കെ ഞാൻ അധികം അപ്പുറം ഇപ്പുറമൊക്കെ കാടും പുഴയും തോടും അധികം പാടങ്ങളാണ് നല്ല രസമാണല്ലോ. ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ ഈ പോണ വയ്ക്കേണ്ട ഒരു വീടിൻ്റെ സൈഡിലായിട്ട് നല്ല അടിപൊളിയായിട്ട് പാടാം, നല്ല രസമാണ് കാണാൻ. ആയിക്കൂടിയൊക്കെ പോകുമ്പോൾ നല്ല തണുപ്പാണല്ലോ. അതൊക്കെ എത്താനായിക്കണം. ഈ സൈഡ് മൊത്തം പാടാണ്, അങ്ങനെ കാണാൻ തന്നെ നല്ല രസമാണ്. ഇപ്പോൾ ഒന്നാമത് രാവിലെ മഞ്ഞൊക്കെ ആയിട്ടേ ഒരു മഞ്ഞൊക്കെ മൂടിയ പോലെ ഇങ്ങനെ കാണുള്ളൂ. മറ്റേത് ആ പച്ചപ്പൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്. അത് ഇവിടെ അധികം പാടങ്ങളൊക്കെ. ഇവിടുന്ന് കുറച്ചും കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു ചായക്കട ഉണ്ട്, കാറ്റാടിപ്പാടം എന്ന് പറയും. നല്ല രസമാണ്. അവിടെ പോയിട്ട് 4 മണിക്ക് ഇരുന്ന് ചായ കുടിച്ചാൽ നല്ല വൈബാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ ഒരു ദിവസം ഉണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ ഞങ്ങൾ വിചാരിച്ച സ്ഥലത്ത് എത്താനേക്കണം. ഇതാണ് ഞങ്ങൾ പറഞ്ഞ അങ്ങാടി. ഈ അങ്ങാടിയൊക്കെ എത്താനായിരിക്കണം. അങ്ങാടിയിൽ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട് തോന്നുന്നു. ഇനിയിപ്പോൾ എത്ര ആവേശം ഉണ്ടെങ്കിലും ആൾക്കാരെ കാണുമ്പോൾ ഒരു പരിങ്ങലാണ്. അപ്പോൾ ഇങ്ങനെ നിന്നിങ്ങനെ താളം ചവിട്ടും. അപ്പോൾ ഇതുവരെ ഞങ്ങൾ വിചാരിച്ചിരിക്കണേ. അപ്പം ഇനി ഞങ്ങൾ തിരിച്ചു പോകാൻ നിൽക്കണം. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. ഞങ്ങൾ അവിടെ പോയിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ തിരിച്ച് വരുന്നത് ഞങ്ങൾ വല്ലാണ്ട് വീഡിയോ എടുത്തിട്ടില്ല, കാരണം പോയ വജ്ജന്നല്ലേ നിങ്ങൾക്ക് കാണാനുള്ളത്. അതുകൊണ്ട് പിന്നെ തിരിച്ച് പോരുന്നത് വല്ലാണ്ട് വീഡിയോ എടുത്തിട്ട് ഞങ്ങളിപ്പോൾ പെരയ്ക്ക് എത്താനായപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മളിവിടുന്ന് പോയപ്പോൾ സമയം 5:45 ഏതാണ്ട് ആ ഒരു ടൈമല്ലായിരുന്നു. ഇനിയിപ്പോൾ സമയം എത്ര ആയിക്കണം എന്നുള്ളത് നമുക്ക് പെരയിലെത്തിയിട്ട് നോക്കി നോക്കണം, എത്ര ടൈമായി നമ്മൾ പോയിട്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും പെരയിലേക്ക് എത്തിക്കണം. മാഷാ അല്ലാ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സമയം